മദ്യപിച്ച് വീട്ടിൽ വന്ന മകൻ അച്ഛനെ കുത്തിക്കൊന്നു. മാമനെ മോൻ ചേട്ടൻ ഒട്ടും ശരിയല്ല കേട്ടോ. മക്കളെ, അവൻ ശരിയല്ലെന്ന് എനിക്കറിയാം. അയ്യോ, ചേട്ടൻ ശരിയല്ലെന്നല്ല, ചേട്ടൻ ചെയ്യണ കാര്യം ശരിയല്ലെന്ന്. അവനേ ശരിയല്ല, പിന്നെ അവൻ ചെയ്യണ കാര്യം ശരിയാവൂ? ഇതൊരു കഷ്ടം നോക്ക് മാമ. എന്തിനാണ് പ്രശ്നം? എന്തിനാണ്? മാമ, എന്നെ സ്കൂളിൽ പഠിപ്പിച്ച മേരി ടീച്ചർ മരിച്ചുപോയി. ആ ടീച്ചർ വയ്യാതെ കിടന്നപ്പോഴേ ഞാൻ പോയി നോക്കിയില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും ഞാൻ ഒന്ന് പോണ്ടേ? അയ്യോ, അത് പോണം മക്കളെ. അതിന് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ പോണം, ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോണം. ഇവൻ ചെന്നില്ലെങ്കിലേ വിമാനം പറക്കൂല. എന്റെ അത് തന്നെ, എന്തോന്ന് പറയാനാണ് മക്കളെ. ഇവൻ ശരിയല്ല. ഇവിടെ കറങ്ങി അടിച്ച് നടക്കുകയാണ്, ഒരു ജോലിക്കും പോവില്ല. ഇവനെ ഇവിടെ നിർത്തിയാൽ ശരിയാവൂല. ഇവനെ എങ്ങനെയെങ്കിലും ഗൾഫിൽ പറഞ്ഞു വിടാം. ഞാൻ അത് മാമന്റെ അങ്ങോട്ട് പറയാം. ആരെവിടെ പറഞ്ഞു വിടാൻ? കാര്യം കഥ അടിച്ചോണ്ടിരിക്കണേ ആരെവിടെ പറഞ്ഞു വിടാൻ? നിന്നെ. എന്നെ? എവിടെയാണ് വിടാൻ പോണ? ഗൾഫിൽ പറഞ്ഞു വിടണം. എന്താ ഇവിടെ തെണ്ടിക്കൊണ്ട് നടക്കാനാ? നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു, ഞാൻ അങ്ങ് പോകുന്നു. കൊള്ളാം. ഞാൻ തീരുമാനിക്കോളാം. ഞാൻ തീരുമാനിക്കണം. ഞാൻ പോണമെങ്കിൽ നീ തീരുമാനിച്ചാലേ പോകൂല. കൂട്ടുകാരനോട് അങ്ങ് കയറിപ്പോ. ഗൾഫിൽ പോണില്ല, കൂട്ടുകാരനോട് പോണില്ല. ഞാൻ എയർപോർട്ട് വരെ പോകാൻ പോണം. എന്നിട്ട് പോയ പോലെ ഞാൻ തിരിച്ചു വരും. മനസ്സിലായി? എന്നെ കൊണ്ടുപോകാൻ പറ്റൂല. എടി, ഒരു കൂട്ടുകാരനെ പോകുമ്പോ സി ഓഫ് ചെയ്യാൻ പോണ്ടേ? ചേട്ടാ, ടാറ്റ എങ്ങനെ പറയണ്ടേ? ഇവിടെ ആവശ്യത്തിന് നോക്കണോ, നീ കൂട്ടുകാരന്റെ ആവശ്യം നോക്കണോ? ഞാൻ പോയ കൂട്ടുകാരൻ ടാറ്റ ആണെങ്കിൽ ഇതിപ്പോ മരിച്ചോ ടീച്ചർ എന്ത് എണീച്ചെന്ന് അനുഗ്രഹിക്കും. എന്തൊരു വൃത്തിയേറ്റ വർത്താനോടാ വന്നത്. മരിച്ചു വിചാരിച്ചിട്ട് ടാറ്റ കാണിക്കുമെന്നാ? എടാ, നിനക്ക് അവൻ വലുതാ, നിന്റെ ഭാര്യ വലുതാ? ഭാര്യ തന്നെ. അപ്പൊ ഇവളൊരു ആവശ്യത്തിന് നീ പോവേണ്ടല്ലേ? ആവശ്യത്തിന് അങ്ങനെ പോകണമെന്നില്ല. വലുതായിരുന്നല്ലേ ചോദിച്ചുള്ളൂ. അത് ഭാര്യ തന്നെ വലുത്. ആവശ്യം എന്റെ ആവശ്യമല്ലേ വലുത്? എന്റെ ആവശ്യമൊന്നും വലുത്. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, ഇവൻ ശരിയല്ല. ഇവനെ എങ്ങനെയെങ്കിലും വെളിയിൽ പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ഗൾഫിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഇവന്റെ അഭ്യാസം എന്റെ അടുത്ത് നടക്കും. ഒരു എമിഗ്രേഷൻ ഓഫീസർ ഇവിടെ വിളിച്ചൊക്കെ വിട്ടുകൊടുക്കാൻ ഗൾഫിൽ കൈ പിടിച്ച് കൊണ്ടുപോകും. ഗൾഫിലോട്ട് കൈ പിടിച്ചോട്ടെ. നിന്നെ ഇവിടെ ഒന്ന് കൊണ്ടുപോകും. ഇവിടെ ഒന്ന് ആൾക്കാർ കൊണ്ടുപോകും. കാണണോ നിനക്ക്? നീ എന്തിനു വിചാരിച്ചു? നീ ഇവിടെ നിനക്ക് വാറ്റിക്കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കാം. ആരാഖോരാറ്റി. അല്ല, നീ പോകൂലേ? നീ ഗൾഫിൽ എന്റെ ആവശ്യം ആവശ്യമുണ്ട്. എനിക്ക് അങ്ങനെ. അയ്യോ, പിന്നെ നീ പോവാൻ നിന്നെ കൊണ്ട് പോവിക്കുന്നേ. ആ വേണ്ട. അല്ല, ഇവൻ എന്തിനാ നീ? അത് ശരിയാണ്. ഞാൻ നീ അത് കൂട്ടുകാരെ വേടാ. എന്താ ഗൾഫിൽ പോകണമെന്നല്ലേ പറഞ്ഞു? വിമാനം പറഞ്ഞു പോടാ. ഗൾഫ് വരെ ഒന്ന് പോയിട്ട് വരാം. വിമാനം പറത്തിട്ട് ഞാൻ ആലോചിക്കണ്ട. അവനെ ഞാൻ വിട്ടിരിക്കും. നേരത്തെ പറഞ്ഞല്ലേ അവൻ്റെ കൂടെ. മക്കളെ, നിനക്കിപ്പോ എവിടെ പോണം? മരണത്തിന് പോണം അല്ലേ? ശരി, ഞാൻ കൊണ്ടുവരാം. ഞാൻ കൂടെ വരാന്ന്. നമുക്ക് റിങ്കിയും കൂടെ വിളിച്ചോണ്ട് പോവാം. റിങ്കി കോളേജിൽ പോയിരിക്കല്ലേ? അവളിവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാം. എന്ത്? ഞാനും പോയി റെഡിക്കാം. ബാ മക്കളെ, പോവാം. ബാ. അപ്പച്ചേ, അപ്പച്ചേ, റിങ്കി, റിങ്കി, അപ്പച്ചേ, അപ്പ എന്താ വിളിച്ചോ? അപ്പച്ചി, ഹലോ. എടി റിങ്കി, നിങ്ങൾ എവിടെ പോയി കിടക്കണേ? മലയും കീഴാ? എന്തോ ഞാൻ വന്നിട്ട് പോയാ പോരായിരുന്നോ? എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇത് കഷ്ടം നോക്കിക്കോണേ. താക്കോല്ലോടെ വെച്ചിങ്ങനെ? ചെടിച്ചട്ടിയില്ല? ചെടിച്ചട്ടിയില്ല? ഫ്രണ്ടിലെത്തിയ? എവിടെ? വലതുവശത്തേനാ?
ഓ നോക്കട്ടെ നോക്കട്ടെ. ഇതിനകത്ത് കണ്ടില്ലല്ലോ. ഓ കാലി. ആ കിട്ടി കിട്ടി കിട്ടി. പിന്നെ എനിക്ക് പേടി. എന്ത് പേടി? ഇച്ചിരി പാങ്ങോട്ട്. നിനക്ക് പേടിയാണ്, എനിക്ക് പേടിയൊന്നുമില്ല. ഓ ഓ ഓ. ബോറടിക്കണം എനിക്ക്. മൊത്തത്തിൽ ഒരു ശ്മശാന മൂകതയാണല്ലോ. വല്ല പ്രേതങ്ങളെങ്ങാനും വരൂ? പ്രേതൊന്നുമില്ല, ശശ് വെറുതെ. വീട്ടിൽ തനിച്ചു എന്ന യുവതിക്ക് സംഭവിച്ചെന്ത്? ചുമ്മാ വെറുതെ പറ്റിക്കേ. ക്യാപ്ഷൻസ്. ഫോണുണ്ടോ? മാറ്റി വേഗം പത്രം നോക്കാം. അർദ്ധരാത്രിയിൽ മധ്യവയസ്കയെ ചുറ്റിക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതി പിടിയും. ദൈവമേ, പത്രത്തിലും ഇത് തന്നെ. മധ്യവയസ്കയല്ലേ, ചെറുപ്പക്കാരൊന്നും ചെയ്യൂലായിരിക്കും. മനുഷ്യനെ മൂടുപോയി. അങ്ങോട്ട് അപ്പച്ചി വിളിച്ചു നോക്കിയാലോ? ഹലോ അപ്പച്ചി, ഇറങ്ങിയാ? എപ്പോ വരും? അരമണിക്കൂറോ? എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ല. അല്ല, ഞാൻ ചുമ്മാ വെറുതെ ബോറടിക്കണത്. ഓ ആ, പതുക്കെ വന്നാ മതി. ശരി അപ്പച്ചി, ശരി. ദൈവമേ, ഇനി അരമണിക്കൂർ. ആര്? ആരാ? അയ്യോ, ആരാ? കള്ളന്മാരും തന്നെ എന്തോ. ആരാന്ന് പറഞ്ഞാലേ ഞാൻ കഥ തുറക്കോളൂ. നീ പേടിക്കരുത്, നമ്മൾ ധൈര്യം സംഭരിക്കണം. ശ്വാസമുണ്ട്. അങ്കിൾ അങ്കിൾ അങ്കിളെ അങ്കിളെ അങ്കിൾ. എന്താ മാമനും മോനും കൂടെ ചട്ടൊക്കെ വെച്ച് കളിക്കുന്ന? ചട്ടകം മകളെ ചേട്ടാ, ഇല്ല ചേട്ടാ, അയ്യോ ചേട്ടാ എന്തോന്നടിയാ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അപ്പച്ചി. ഒന്നുമില്ല അപ്പച്ചി, ശ്വാസമുണ്ട്. ഞാൻ കള്ളനാണെന്ന് വിചാരിച്ച് തലയിലിട്ട് അടിച്ച്. അയ്യോ അയ്യോ അങ്കിളെ, അങ്കിളെ, ചേട്ടാ ചേട്ടാ. ഇതിരുന്നോട്ടെ. പിടിക്കേ ചേട്ടാ. അങ്കിൾ അങ്കിൾ എന്തോന്നാണ് അടിച്ചത്? പിടി 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 അകത്തോണ്ടോ. ഇതെങ്ങനെ എടുക്കും? മാറവിടുന്ന്. ഇത് എവിടെ നിന്ന് എടുത്താ എങ്ങനെ പോകും?
എടി, വെള്ളം എടുത്തോണ്ട് വാടി, പോടി. കയ്യില് കടിച്ചത്. അങ്കിള് മക്കളെ മാറി. ആ, മക്കളെ ആ എന്തിനു പറ്റിയടാ ഡേയ് എടി എങ്ങോട്ടാണ് നീ കൊണ്ടുപോണ? കണ്ണോർന്നിരിക്കുന്ന മനുഷ്യന്റെ വെള്ളം ഒഴിക്കണെന്തിന്? അപ്പച്ചി നക്കി. അപ്പച്ചി നക്കിയ അപ്പച്ചി ഇങ്ങനെ നക്കി. മക്കളെ അയ്യോ, ബോധം തെളിഞ്ഞു ചത്തില്ല. വെള്ളം തലഞ്ചു തലഞ്ചു തരലിഞ്ചു തരലിഞ്ചോ? ചിഞ്ചു അല്ല, ചിന്നു. അതന്നെ ചിന്നു ചിന്നു. నాకు జ్ఞాపకం లేదు. ജ്ഞാപകനേതു? എനിക്ക് മനസ്സിലായി. എന്തോന്ന്? ജ്ഞാപകം ഇല്ലെന്ന്. മനസ്സിലായില്ല. അല്ല, ഓർമ്മയില്ലെന്ന്. ഇത് ഏത് ഭാഷയുടെ? തമിഴ്. ജ്ഞാപകം. പിന്നെ തമിഴ് എനിക്ക് അറിഞ്ഞൂടെ? തമിഴല്ലേ? నువ్వు ఎవరు? നൂര്. వేరే ఎవరు? മേരി അല്ല, ഞാൻ പിങ്കി. ഇവള് റിങ്കി. ചേട്ടാ ചേട്ടൻ എന്ത് ചേട്ടാ? എന്ത് പറ്റിയത്? എന്തും തന്നെ జ్ఞాపకం లేదు. അയ്യോ അപ്പച്ചി ഇത് കയ്യിൽ നിന്ന് പോയി ചേട്ടാ. നിനക്ക് തൃപ്തിയായല്ല പിങ്കി? ഞാൻ എന്തിനത്? നീ മിണ്ടരുത്. നീ എന്തിനാ? അങ്കിൾ. నాకు ఎవరు? നാക്ക് വളരണം. എന്തിനു മക്കളെ? വെള്ളം കൂടി ചേട്ടാ, ശരിയാവും. അങ്കിൾ ഇങ്ങോട്ട് നോക്കൂ. വേദനയുണ്ടോ? உங்களா கொடுக்க മക്കളെ അവിടെ ഇരി. കൊടുക്കേ. നിങ്ങൾ തന്നെ ഉദ്ദേശിച്ചു. അച്ഛാ. അയ്യോ കണ്ടടി, അവൻ അച്ഛാന്ന് വിളിച്ചു. അവനിക്ക് എന്നെ ഓർമ്മയുണ്ട്, നിങ്ങൾ ആരും ഓർമ്മയില്ല. മക്കളെ मेरा तो दम घुट रहा है इधर. क्या हो रहा है इधर पे? എന്റെ അടുത്ത് എന്റെ തന്നെയാണോ വിളിച്ചു പറയണത്? ये कौन है? कौन है? നിനക്ക് ഒരാളെ ഓടിച്ചത് പോലെ എന്നെ കൂടെ ഓടിക്കണം. ഞാൻ അങ്കിളെ മാഫ് कीजिए അങ്കിള്. മാഫ് कीजिए അങ്കിളെ. ഞാൻ അറിഞ്ഞോണ്ടല്ല അങ്കിള്. അങ്കിളെ എന്നെ മനസ്സിലായ അങ്കിളെ? അയ്യോ తెలియదు. నువ్వు యారు తెలియదు. അങ്ങനൊന്നും പറയില്ല അങ്കിളെ. എനിക്ക് മനസ്സിലാവണ്ട അങ്കിളെ. മനസ്സിലാവണ ഭാഷ സംസാരം. നിർത്തടി. തലയടിച്ച് പൊട്ടിച്ചിട്ടുള്ള കരച്ചില്. എന്തിനടി അടിച്ചെന്റെ തലേന്ന്? അപ്പച്ചി അടുത്തടി ഞാൻ അപ്പച്ചതിന്റെ. നിനക്ക് ഇവിടെ വല്ല നടക്കാൻ വല്ല അറിയാമോ? എടി എന്നെ കെട്ടിക്കാൻ പോകണ്ടി ഇവിടെ. നിങ്ങൾ എന്നെ കെട്ടിക്കാൻ പോണ? എന്നെ വീട്ടിൽ കെട്ടിക്കാൻ പോണില്ല. ഇങ്ങനെ സന്തോഷത്തോടെ പോയെന്നെ. പിന്നെന്താ? എന്നെ ഗൾഫിൽ പറഞ്ഞു വിടാൻ പോണെന്ന് നിന്റെ അപ്പച്ചിയും അപ്പവും കൂടി. അതായിരുന്നു. അങ്ങ് പോ. ഞാൻ ബോധം കെട്ടോ കിടക്കട്ടെ നിന്നെ. നീ തലയടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട. അങ്കിള് പോണ്ട. അങ്കിള് പോണ്ട. എങ്ങനെ മനസ്സൊന്നും ഞാൻ കൂടെ കളിച്ചോണ്ടിരിക്കണം എന്നെ പറഞ്ഞു വിടാൻ. അങ്കിള് പോണ്ട. അങ്കിള് പോയി. എനിക്ക് വിഷമം വരും. ആ അങ്ങനെ പറ. വിഷമം വരൂലേ? നീ എന്നോട് കട്ടക്ക് നിൽക്കുവോ? എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്തത് കാര്യം പറഞ്ഞത്. അഭിനയം ഞാൻ ഒടുക്കത്തെ അടിയല്ലേ നീ അടിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നനഞ്ഞ് പിന്നെ കുളിച്ച് കയറാന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ കിടന്നളഞ്ഞു ബോധം വരാതെ. അത് ഞാൻ അപ്പൊക്കെ ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും. അപ്പോഴേ ടക്കൻ ഐഡിയ വന്ന് വീണത്. ഡാഡി പിള്ളേർ ഓർമ്മ പോയ ഓർമ്മ ഉണ്ട. അതുപോലെ ഒരു നമ്പർ അങ്ങ് അടിക്കാന്ന് വിചാരിച്ചു. കൊള്ളാം കേട്ടാ. ഏറ്റല്ലേ സൂപ്പർ. നിങ്ങൾ എന്താ ഭാഷ? തെലുങ്ക്. തെലുങ്കൊക്കെ അറിയാവോ? പിടിച്ച് നിൽക്കണ്ടടി. എന്തെല്ലാം ഭാഷ അടിച്ചാ പിടിച്ചിരിക്കാൻ. ഞാൻ ചാര പറഞ്ഞു എന്തെങ്കിലും ആരും പറഞ്ഞേ കട്ടേ കൂടെ നിൽക്കണേ. അങ്കിളെ അങ്കിൾ ഇങ്ങനെ പോവാണെങ്കിൽ ഓസ്കാർ അടിച്ചെടുക്കും കേട്ടോ. ഇതിലും വലിയ തന്നെ ഉണ്ടടി. ഞാൻ പിന്നെ എടുക്കാത്തതാണ്. അല്ല കൂടുതൽ കൊനടിച്ചോട്ടല്ലോ. മോണായിട്ട് കുത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്.
കൂടെ നിക്കല്ലേ? കുടിക്കണേ കൂടെ ഇങ്ങനെ കോനടിച്ചോണ്ട് അല്ല ചുമ്മാ ഇങ്ങനെ ശീലിച്ചു പോയി അത്. ശീല ഞാൻ മാറ്റി തരാം കേട്ടോ. പക്ഷെ അപ്പൂന് ഭയങ്കര വിഷമമായി കേട്ടോ. ആർക്ക്? അപ്പൂന്. കുറച്ച് വിഷമം കിട്ടും. ഇങ്ങനെ കയറുന്ന ഞാൻ ഗൾഫിൽ പോകണം ഭയങ്കര ആവശ്യം. എന്നാലും കാണിച്ചു തരട്ടെ എന്നിട്ട്. ആര്? അപ്പുവാ? സുനി അപ്പച്ചോന്ന് ക്യാമറ ആക്ഷൻ. ഗർ 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 दूर उस पहाड़ के ऊपर. മരത്തിന് വേണ്ടല്ല. पहाड़ 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 के ऊपर. പടവലത്തിന് വേണ്ടല്ല. पहाड़ के ऊपर वो आम का पेड़ है ना, बंदर चढ़ता है उसमें. ബന്ദർ. ഓ മനസ്സിലായി. പോർബന്ദറിലാണ് വീട്. ഭയ്യ ഭയ്യ ഇത് तू वीडियो क्यों? नहीं അപ്പച്ചി. ഹലോ. ആ ഞാനിപ്പോ ഒരു വീഡിയോ അയച്ചോണ്ട് ഒന്ന് നോക്കൂ. ആ ഓക്കെ. എന്താണ് എന്റെ വീഡിയോ എടുത്ത് കോമഡി പടം ഉണ്ടാക്കണം? ഡോക്ടറിന് അയച്ചു കൊടുത്തായിരിക്കും. ഡോക്ടറിനാ? അസുഖം എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞില്ലേ അസുഖം എന്താണെന്ന്? നമ്മൾ പറഞ്ഞില്ലല്ലോ. എന്നാലും മനസ്സിലായി കൂടി ഓർമ്മയില്ലാത്തതിന്. എന്നാലും ഞാൻ ഒന്ന് പോയി തിരക്കിട്ട് വരാം. ദൂരെ എടി കിഴങ്ങ് പിങ്കി, നീ കുളമാക്കരുത്. ആരും കേട്ടോ? പിങ്കി ബേട്ടാ സൊന്നെ കുടിയാ. അപ്പച്ചി എന്നാലും ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും? അതേ ഉള്ളു ഒരു വഴി. ദിവസം തന്നെ ഇപ്പൊ എന്ത്? അപ്പച്ചി ചെറുപ്പമാണ്, നല്ലത് കിട്ടും. എടി അങ്ങനെയല്ല, നമ്മുടെ രാമങ്ങള് പാവല്ലേ. ഇവിടെ ചേട്ടൻ പാവമൊക്കെ തന്നെ. എന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന എങ്ങനെ കൂടെ ജീവിക്കണത്? ശരിയാവത്തില്ല. അപ്പച്ചി ഇത് കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. എങ്ങനെ മാറാൻ? ഇത് മാറത്തൊന്നുമില്ല. അതിനുള്ള തെളിവാണ് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തത്. ഓഹോ, അപ്പൊ അതായിരുന്നു പ്ലാൻ അല്ലേ? ഈ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഇത് ഒരവസ്ഥയല്ലേ ഇപ്പൊ? അപ്പച്ചി നമുക്ക് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോവാ അപ്പച്ചി. എടി അതൊന്നും നടക്കത്തില്ല പിങ്കി. കഷ്ടം. അപ്പച്ചി അപ്പച്ചി എന്റെ ഒരു ഐഡിയ ഉണ്ട് അപ്പച്ചി. എന്തോ ഐഡിയ? അന്ന് നമുക്കേ ഉണ്ണിയപ്പൻ ഇതേപോലെ ഓർമ്മയൊക്കെ പോയില്ലേ? അപ്പൊ നമ്മൾ വീണ്ടും ബോൾ എടുത്ത് എറിഞ്ഞ് വീണ്ടും തിരിച്ച് ഓർമ്മ കിട്ടി. ഓർമ്മയുണ്ട? അതേപോലെ നമുക്ക് പാൻ എടുത്ത് തലക്കടിച്ച് ഓർമ്മ വീഴ്ത്താം. ഞാൻ ചെയ്യാം. ഓ എടി അത് നല്ല ഐഡിയ. നല്ല ഐഡിയ അല്ലേ? ശരിയാണ്. അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്താൽ ചിലപ്പം തിരിച്ചു വരും അല്ലേ ഓർമ്മ? വരും. ആ പാനും കൂടെ ഞാൻ ചെയ്യാം. നീ ചെയ്യണ്ട, അപ്പച്ചി ചെയ്യട്ടെ. അതാണ് നീ ചെയ്യണ്ട. നീ ചെയ്ത വീണ്ടും ബാക്കില്ലാതെ വല്ല അടി കൊണ്ട് കഴിഞ്ഞാൽ പാടാം. ഇല്ല വേണ്ട. ഞാൻ ചെയ്താൽ ശരിയാവുള്ളൂ. ബാക്കിയില്ലാതെ അപ്പച്ചി ചെയ്താലാണ്. ഇല്ല എനിക്ക് കറക്റ്റ് സ്പോട്ട് അറിയാവുള്ളൂ. നീ മുളച്ചിരിക്കല്ലേ? കറക്റ്റ് സ്പോട്ട് നോക്കി അപ്പച്ചി. അല്ല കഴുകി എടുത്താ കഴുകി അടിക്കാൻ പിന്നെ എനിക്ക് പറയട്ടെ, ഞാൻ ചെയ്യാന്ന് പറ. നീ എങ്ങനെ കൊടുത്തതാണ്? ഇങ്ങനെയാണ്? അങ്ങനെയല്ല, ഇങ്ങനെ. ഓ ഇങ്ങനെ അത് ഞാൻ ചെയ്യാം. വേണ്ട, അപ്പൊ ചെയ്യാൻ പോണ. പിന്നല്ലാതെ ഞാൻ എന്നാ അപ്പൂന്റെ അടുത്ത് പറയട്ടാ. അപ്പൂന്റെ അടുത്ത് കൂടെ അറിയിക്കാം. നിന്റെ അച്ഛൻ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല ഭഗവാനെ, പിന്നെ ഇനി ഏത് ഭാഷ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ? കളിപ്പിച്ച് തന്തപ്പടിക്ക് ഭ്രാന്തമല്ലാവോ? കുച്ചിനെ ഇവിടെ ഉണ്ടായിരുന്നോ അപ്പു? അപ്പുന്റെ അപ്പച്ചി തിരക്കണ്. എന്തിന്? ഒരു അത്യാവശ്യം. എണീര് പോ. പെടുന്നു അത്യാവശ്യം. പൊക്കോ. എല്ലാം പൊളിയ സമയം. അപ്പച്ചിനോട് പാലും എടുത്തോണ്ട് കൂടി വരാൻ പോണു. നിങ്ങളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ. അന്ന് നമ്മൾ അപ്പൂടെ उधर उधर आदर वहां वहां अब तेरे को क्या हो गया चुड़ैल? എടി പോടി. അയ്യോ അങ്കിൾ ഓടിപ്പോ. അപ്പച്ചി വേണ്ട അപ്പച്ചി. मारते क्यों हो यार? अयो हटो. അയ്യോ ആള് മറപ്പി. अय्या
എറിയരുത് എന്താന്ന് എറിയരുത് എറിയരുത് അതല്ലേ ഹിന്ദി എവിടെ പോയി ഹിന്ദി എന്റെ തല ഓൾറെഡി വയ്യ, എന്നെ അറിയരുത്. എനിക്കറിയായിരുന്നു, എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്താന്ന് അറിയായിരുന്നു? എന്തോന്നറിയായിരുന്നു എന്നാ അത് അഭിനയായിരുന്നു. അഭിനയം ഞാൻ ഉടുക്കത്തെ അടിയല്ലേ നീ അടിച്ചത്. ഉഫ്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നനഞ്ഞ് എന്നെ കുളിച്ച് കയറാന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ കിടന്നളഞ്ഞു ബോധം വരാതെ. അത് ഞാൻ അപ്പൊക്കെ ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോഴേ ടക്കൻ ഐഡിയ ഒന്ന് വീണത്. ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ പ്ലാൻ. ഡാഡി പിള്ളേർ ഓർമ്മ പണ്ട് പോയ ഓർമ്മ ഉണ്ട്. അതുപോലെ നമ്പർ അങ്ങ് അടിക്കാന്ന് വിചാരിച്ചു. അതെന്തായാലും കൊള്ളാം കേട്ടാ. ഒളിച്ച് അഭിനയമായിരുന്നു. എന്തൊക്കെ അഭിനയം. ചിന്നു എന്നെ ദുബായിൽ ഇവിടെ അല്ലടി. വിടമില്ല, അതിന് കാണിച്ച അടവായിരിക്കുമല്ലേ ഇതൊക്കെ. ഡാ, ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് വാടി. അങ്ങോട്ട്. നിനക്ക് ദുബായി പോവാൻ പറ്റാത്ത അടവ് നീ ഇവിടെ കാണിച്ചല്ലേ. പറ്റാത്ത നീ പൊട്ടം കളിയാണ്.